ഹലോ മക്കളെ, വെൽക്കം ടു ഫീനിക്സ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചറാണ്. എൻ്റെ പേര് സ്വാതി. നമ്മൾ ഇന്ന് കെമിസ്ട്രി 9th സ്റ്റാൻഡേർഡിൻ്റെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ 7ാമത്തെ ചാപ്റ്ററാണ് അലോഹങ്ങൾ അല്ലെങ്കിൽ നോൺ മെറ്റൽസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റും വളരെ പ്രഷ്യസ് ആണ്. പിന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. 7ാമത്തെ ചാപ്റ്ററാണ് അലോഹങ്ങൾ, നോൺ മെറ്റൽസ്. അപ്പോൾ ഇതിൻ്റെ ബിഗിനിങ് തന്നെ നമുക്കൊരു പീരിയോഡിക് ടേബിൾ കാണാൻ പറ്റുമല്ലേ. പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ താഴെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് അതിലെ ലോഹങ്ങൾ ഏതാ, അലോഹങ്ങൾ ഏതാ, ഉപലോഹങ്ങൾ ഏതാന്ന് കണ്ടെത്തണം. അപ്പൊ നമുക്കറിയാം പീരിയോഡിക് ടേബിളിലെ 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പ് ഏതൊക്കെയാണ്? ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ആണ് അല്ലേ. അപ്പൊ ഹൈഡ്രജൻ ഒഴിച്ചാൽ ബാക്കി 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പുകളൊക്കെ മെറ്റൽസ് ആണ്. പിന്നെ അതേപോലെ ഇവിടെ ട്രാൻസിഷൻ എലമെന്റ്സ് വരുന്നുണ്ട്, അവിടെയും മെറ്റൽസ് ആണ് അല്ലേ. പിന്നെ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മെറ്റൽസിന്റെ പേര് എഴുതാലോ. ആദ്യത്തെ ടേബിളില് ലോഹങ്ങൾ ഏതൊക്കെയാ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്? സോഡിയം, മെഗ്നീഷ്യം, കോപ്പർ, സിങ്ക് എന്നിവ എഴുതിയിട്ടുണ്ട്. ഇനി അലോഹങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ 1ാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ മെമ്പർ ആരാണ്? ഇവിടെ ഹൈഡ്രജൻ ഒരു അലോഹമാണ് അല്ലേ. പിന്നെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കുറച്ച് അലോഹങ്ങള് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ ഒക്കെയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് അലോഹങ്ങളായിട്ട് ആ ടേബിളിൽ പൂരിപ്പിക്കാം. ഇനി ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡ്സ്, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കുറച്ച് മെറ്റലോയിഡ്സ് ആണ്. ബോറോൺ, പിന്നെ സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആന്റിമണി, ടെലൂറിയം. അപ്പം ഇത് കുറച്ച് മെറ്റലോയിഡ്സ് ആണ്. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും കുറച്ച് പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് ആണ് മെറ്റലോയിഡ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതുപോലെ അവിടെ പൂരിപ്പിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട നോൺ മെറ്റൽ ആരാണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ ഹൈഡ്രജന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ. അതുകൂടാണ്ട് ഓരോ നോൺ മെറ്റൽസിന്റെയും ഗുണങ്ങള്, പിന്നെ അതിന്റെ പ്രധാന രാസപ്രവർത്തനങ്ങള്, ഉപയോഗങ്ങള്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോന്നിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്. രാസപ്രവർത്തനങ്ങളൊക്കെ കുറച്ചൊക്കെ അധികം പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയിട്ട് തോന്നും. പക്ഷെ ഇത് എളുപ്പമായിട്ട് പഠിക്കാനുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ടെക്സ്റ്റിൽ കുറേ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കും. പക്ഷേ സ്റ്റിൽ നമുക്ക് കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആക്കിയിട്ട് നമുക്ക് നോട്ട് എഴുതി വെക്കാൻ പറ്റും. അപ്പൊ അതുപോലെ നോട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് പോയിന്റ് വൈസ് പഠിക്കാനും റിവൈസ് ചെയ്യാനും ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഹൈഡ്രജന്റെ നമുക്ക് നോക്കാം. മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന മൂലകം ആരാണ്? ഹൈഡ്രജൻ. പിന്നെ മേജർ കമ്പോണന്റ് ഇൻ സൺ ആൻഡ് സ്റ്റാർസ്, നമ്മുടെ സൂര്യനിലെയും നക്ഷത്രങ്ങളുടെയൊക്കെ മുഖ്യ ഘടകമാണ് ഹൈഡ്രജൻ. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ. പിന്നെ നമ്മുടെ ഹൈഡ്രജൻ is seen in a very small quantity in free state. ഹൈഡ്രജൻ എപ്പോഴും H2 ആയിട്ട് ഒരു ദ്വയാറ്റോമിക സംയുക്തമായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആയിട്ടാണ് കൂടുതലും എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഫ്രീ സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റം ആയിട്ട് ഹൈഡ്രജൻ വളരെ കുറച്ച് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഹൈഡ്രജൻ കൂടുതലും H2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രജനെ പറ്റിയിട്ടൊരു ലഘുകുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആറ്റമിക് നമ്പർ എത്രയാണ്? ആദ്യത്തെ മൂലകമാണ് അല്ലെ പീരിയോഡിക് ടേബിളിലെ. അപ്പം ആറ്റോമിക് നമ്പർ ഇസ് 1. മാസ് നമ്പർ 1 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം, ആറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം, പ്രോട്ടോണുകളുടെ എണ്ണം 1 ആണ് അല്ലെ. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂട്രോണുകളുടെ എണ്ണം മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഹൈഡ്രജന്റെ കേസിൽ അത് 0 ആണ്. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം 0 ആണ്. ജലത്തിലെ ലേയത്വം, ജലത്തില് ലയിക്കില്ല.
ഇൻസോല്യുബിൾ ആണ് കേട്ടോ. ഹൈഡ്രജൻ വെള്ളത്തിൽ ഇൻസോല്യുബിൾ ആണ്, അല്ലെങ്കിൽ സ്പെയറിംഗ്ലി സോല്യുബിൾ എന്നൊക്കെ നമ്മൾ പറയും. ഇനി ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ നിങ്ങൾക്കറിയാം. ഹൈഡ്രജൻ H11, അതായത് പ്രോട്ടിയം, H12 ഡ്യൂട്ടീരിയം, ട്രീഷ്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എങ്ങനെയൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രീഷ്യം. ഇതാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ. ഇനി ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ്. കണ്ടോ, ഹെൻറി കാവൻഡിഷിന്റെ പേരിൽ തന്നെ ഒരു എച്ച് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 1766 കേട്ടോ. അപ്പം അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? കത്തുന്ന വായു എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം എന്താണ്? ഹൈഡ്രജൻ സ്വയം കത്തുന്ന, അതായത് ഒരു പോപ്പ് സൗണ്ടോട് കൂടിയിട്ട് കത്തുന്ന ഒരു വാതകമാണ് അല്ലെ. അത് തന്നെയാണ് അദ്ദേഹം ആദ്യമായിട്ട് അതിനെ വിശേഷിപ്പിച്ചത്. ഇനി ഹൈഡ്രജൻ എന്ന വാക്ക് ഉണ്ടായത് ഹൈഡ്രോജിനസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഇനി ഹൈഡ്രോജിനസ് അതിന്റെ അർത്ഥം എന്താണ്? ജലത്തിൽ ഉണ്ടാകുന്നത് എന്നർത്ഥം. നമുക്ക് അറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് വാട്ടറിന്റെ ഫോർമുല H2O ആണ് അല്ലെ. അപ്പൊ ജലത്തിൽ ഉള്ള ഒരു ആളാണ് ഹൈഡ്രജൻ. അതാണ് ജലത്തിൽ ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജനസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജന്റെ പേര് ലഭിച്ചത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 135 ഒരു ചിത്രമാണ് കേട്ടോ. അത് എന്താണ് അതിൽ നമുക്ക് കാണാൻ പറ്റുക? ഒരു ടെസ്റ്റ് ട്യൂബില് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് സിങ്ക് തരികൾ ഇടുക. അപ്പോൾ ഉണ്ടായ വാതകം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയണം. അത് ഹൈഡ്രജൻ ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? പേജ് നമ്പർ 134 ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. അതില് ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് കത്തിച്ച ഒരു ഈർക്കിൽ കഷ്ണം കൊണ്ടുവരിക. ഇതുപോലെ നമ്മൾ ഒരു ഈർക്കിൽ കത്തിച്ചിട്ട് ഇതിന്റെ വായ്ഭാഗത്ത് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എന്ത് നിരീക്ഷിക്കാൻ പറ്റും? അത് ഒരു പോപ്പ് സൗണ്ടോട് കൂടി കത്തും. എന്ത് നമുക്ക് പറയാം? ഇറ്റ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു പോപ്പ് സൗണ്ടോട് കൂടി ആ ഈർക്കിൽ കഷ്ണം കത്തും. ഇനി ഈ പ്രവർത്തനത്തിന്റെ സമീകരിച്ച രാസസമവാക്യം എഴുതുക. ഈ പ്രവർത്തനത്തിന്റെ സമീകരിച്ച സമവാക്യം എങ്ങനെയായിരിക്കും? ആദ്യം നമുക്ക് സമവാക്യം എഴുതാം. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് Zn പ്ലസ് HCl gives ZnCl2 പ്ലസ് H2. ഇനി നമുക്ക് ഇതിന്റെ പ്രൊഡക്ട്സിന്റെ സൈഡ് നോക്കാം. ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ നോക്കിക്കേ, 2 ക്ലോറിനും 2 ഹൈഡ്രജനും ഉണ്ട് അല്ലെ. Zന്റെ എണ്ണം സെയിം ആണ്. നമ്മൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ Zന്റെ എണ്ണം സെയിം ആണ്. ക്ലോറിനും ഹൈഡ്രജനും 2 എണ്ണം വീതമുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെ സമീകരിക്കാം? നമ്മുടെ അഭികാരകങ്ങളുടെ ഭാഗത്ത് 2 HCl കൊടുത്തു നോക്കാം. ഇപ്പൊ നോക്കിക്കേ, 2 ഹൈഡ്രജനും 2 ക്ലോറിനും. അഭികാരകങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തും അത് ഈക്വൽ ആയി അല്ലെ. അപ്പൊ ഇതാണ് അതിന്റെ സമീകരിച്ച സമവാക്യം. അപ്പൊ നമ്മൾ ഹൈഡ്രജന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ എങ്ങനെയാന്ന് പറഞ്ഞു അല്ലെ. സിങ്കില് ഹൈഡ്രജൻ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നമ്മൾ സിങ്ക് തരികൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ വാതകം കിട്ടും. ഹൈഡ്രജൻ വാതകം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും പറഞ്ഞു. ഇനി അടുത്തത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ്. അതായത് വ്യാവസായികമായിട്ട് ഹൈഡ്രജൻ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം? ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. മനസ്സിലായല്ലോ? അപ്പം ലബോറട്ടറി പ്രിപ്പറേഷൻ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ പറഞ്ഞു. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം വഴി, ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ ഓക്സിജനും ഇനി അടുത്തത് ഹൈഡ്രജന്റെ ഗുണങ്ങളാണ്. ഒന്നാമത്തെ ഗുണം, ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണല്ലേ ഹൈഡ്രജൻ അല്ലെ. ഹൈഡ്രജന് നിറമോ മണമോ ഉണ്ടോ? ഇല്ല. ഇനി അടുത്തത്, ജലത്തിൽ ലയിക്കുന്നില്ല. ജലത്തിൽ ഒരിക്കലും ലയിക്കില്ല. കാരണം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു നോൺ പോളാർ സംയുക്തമാണ്. ജലം ഒരു പോളാർ സംയുക്തമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നേരെ മറിച്ച് ഹൈഡ്രജൻ ഒരു നോൺ പോളാർ സംയുക്തമാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കില്ല. ഇനി വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. നമ്മൾ ഹൈഡ്രജൻ ബലൂണൊക്കെ
പൊങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ? നമ്മൾ ഹൈഡ്രജൻ ബലൂണിന്റെ ആ ഒരു കയറ് വിട്ട് കഴിഞ്ഞാൽ, നൂല് വിട്ട് കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകും. നേരെ മറിച്ച് നമ്മൾ ഊതി വീർപ്പിച്ച ബലൂൺ അതുപോലെ പോവോ? ഇല്ല അല്ലെ? അപ്പൊ അതിന് കാരണം എന്താണ്? ഹൈഡ്രജന് വായുവിനേക്കാൾ സാന്ദ്രത, ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ എയർ. അതുകൊണ്ടാണ് ഹൈഡ്രജൻ മുകളിലേക്ക് പോകുന്നത്. അത് ഓർത്ത് വെക്കുക കേട്ടോ. വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ്. ഇനി അടുത്തത്, ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ എപ്പോഴും H2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കൂടുതലും. അതായത് ഫ്രീ സ്റ്റേറ്റിൽ H ആറ്റമായിട്ട് ഫ്രീ സ്റ്റേറ്റിൽ വളരെ കുറച്ചേ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ കൂടുതലും H2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അടുത്തത്, ഹൈഡ്രജൻ പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന ഒരു വാതകമാണ്. നമ്മൾ ഈ ലബോറട്ടറി പ്രിപ്പറേഷനിൽ പറഞ്ഞു അല്ലെ, കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളിയോ ചന്ദനത്തിരിയോ നമ്മൾ അതിന്റെ മുകളിൽ കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ ഒരു പോപ്പ് സൗണ്ട് ഉണ്ടാവും. അപ്പൊ പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന ഒരു വാതകമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഓർത്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഹൈഡ്രജന്റെ ഗുണങ്ങൾ എന്താ? നമുക്ക് ഇത്രയും 5 ഗുണങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ? വളരെ അടുത്തതായിട്ട് ഹൈഡ്രജന്റെ ചില പ്രധാന രാസപ്രവർത്തനങ്ങളാണ് കേട്ടോ. 2 എണ്ണേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ളതാണ്. എന്താണത്? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. ജലം H2 ആണെന്ന് അറിയാലേ. H2O എന്തൊക്കെ ഉണ്ട്? ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. നമ്മൾ ഹൈഡ്രജന്റെ വ്യാവസായിക നിർമ്മാണം എങ്ങനെയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം, അതായത് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കിട്ടും. അതേപോലെ ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ എന്തുണ്ടാവുന്നു? ജലം ഉണ്ടാവുന്നു. അതായത് 2H2 + O2 gives 2H2O. അതിന്റെ കൂടെ കുറച്ച് ഹീറ്റും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. അതാണ് ഹൈഡ്രജന്റെ ഒന്നാമത്തെ രാസപ്രവർത്തനം. ഇനി രണ്ടാമത്തെ നോക്കിക്കേ. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവുന്നു. H2 + Cl2 gives 2HCl. ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ HCl ഉണ്ടാവുന്നുണ്ട്. ആരുടെ സാന്നിധ്യത്തിലാണ്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അവിടെ HCl ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ 2 പ്രവർത്തനമാണ് ഹൈഡ്രജന്റെ രാസപ്രവർത്തനമായിട്ട് നിങ്ങൾക്ക്. ഇനി താഴെ ഒരു ചോദ്യം കൊടുത്ത് നോക്കിക്കേ. മുകളിൽ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തനങ്ങൾ ഏതു വിഭാഗത്തിൽ പെടുന്നു? നമ്മൾ ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ കുറച്ച് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? സംയോജന രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം, വിഘടന രാസപ്രവർത്തനം. നമ്മൾ ഈ 2 റിയാക്ഷൻസ് ഒന്ന് നോക്കി നോക്കാം. 2H2 + O2 gives 2H2O. H2 + Cl2 gives 2HCl. ഇവിടെ നോക്കിക്കേ, ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമല്ലേ ഉണ്ടാവുന്നുള്ളൂ അല്ലെ? ഒന്നോ അതിലധികമോ അഭികാരകങ്ങൾ കൂടി ചേർന്ന് ഒരൊറ്റ ഉൽപ്പന്നമായിട്ട് മാറുന്ന രാസപ്രവർത്തനത്തെ നമ്മൾ എന്തെന്ന് പറയും? സംയോജന രാസപ്രവർത്തനം എന്ന് പറയും അല്ലെ? കോമ്പിനേഷൻ റിയാക്ഷൻ. 2 or more reactants combine to form a single product. പ്രൊഡക്റ്റ് സൈഡിൽ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമേ കാണുന്നുള്ളൂ എന്ന് നോക്കുക. താപം ഉണ്ടായിക്കോട്ടെ, അത് നമ്മൾ കണക്കാക്കുന്നില്ല. ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഉറപ്പാണ് അത് എന്ത് രാസപ്രവർത്തനമാണ്? സംയോജന രാസപ്രവർത്തനമാണ്. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഹൈഡ്രജന്റെ 2 രാസപ്രവർത്തനം നമുക്ക് പഠിക്കാനുള്ളതും കോമ്പിനേഷൻ ആണ്. അടുത്തതായിട്ട് നമുക്ക് ഹൈഡ്രജന്റെ കുറച്ച് ഉപയോഗങ്ങൾ എന്താന്ന് നോക്കാം. ആദ്യത്തത്, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാസവളങ്ങളിലൊക്കെ ഒരു പ്രധാന കമ്പോണന്റ് ആണ് അമോണിയ. നമുക്ക് NH3 എന്ന് നമ്മൾ പറയൂ കേട്ടോ. അപ്പൊ ഈ അമോണിയയുടെ നിർമ്മാണത്തില് ഹൈഡ്രജൻ വളരെ പങ്കുവഹിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് മെത്തനോള്. മെത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പെയിന്റ്, വാർണിഷ്, അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് മെത്തനോൾ. അപ്പൊ ഈ മെത്തനോളിന്റെ ഉൽപാദനത്തിലും നമ്മൾ ഹൈഡ്രജനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഹൈഡ്രജന്റെ ഒരു യൂസ് എന്താണ്? ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അമോണിയയുടെയും മെത്തനോളിന്റെയും വ്യാവസായിക ഉൽപാദനത്തിനായിട്ട് നമ്മൾ
ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഹൈഡ്രജന് നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാഹനങ്ങളിലൊക്കെ ഇന്ധനമായിട്ട് നമ്മൾ ഹൈഡ്രജന് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ അടുത്തതായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് സാച്ചുറേറ്റഡ് ഓയിൽ. സാച്ചുറേറ്റഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരിത എണ്ണകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വനസ്പതി, ഡാൽഡ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ പൂരിത എണ്ണകളാണ്. അതായത് നമ്മുടെ വെജിറ്റബിൾ ഓയിലിനെ നമ്മൾ വനസ്പതിയോ അല്ലെങ്കിൽ ഇതുപോലെ പൂരിത എണ്ണയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രജൻ, ആ ഒരു രാസപ്രവർത്തനത്തിൽ നമ്മൾ ഹൈഡ്രജനെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അൺസാച്ചുറേറ്റഡ് ഓയിൽസിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഓയിൽസ് ആക്കി മാറ്റുന്നത്. അത് ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ടാണ്. അപൂരിത എണ്ണകളെ പൂരിത എണ്ണകളാക്കി മാറ്റുന്നത് നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ വനസ്പതി, ഡാൽഡ ഇതൊക്കെ പൂരിത എണ്ണകളാണ് കേട്ടോ. ഇതൊന്നും നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ 10th സ്റ്റാൻഡേർഡ്. ഇനി ഹൈഡ്രജന്റെ ഒരു 4ാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്സ്ട്രാക്ട് മെറ്റൽസ് ഫ്രം മെറ്റൽ ഓക്സൈഡ്സ്. അതായത് ലോഹ ഓക്സൈഡുകളിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ. നമ്മുടെ നേച്ചറിൽ ലോഹങ്ങൾ അതിൻ്റെ തനതായ ആ ഒരു സ്റ്റേറ്റിലല്ല നിൽക്കുന്നത് അല്ലേ. കുറേ അതർ എലമെന്റ്സ് ആയിട്ട് വേറെ മൂലകങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ കിടക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ലോഹത്തെ വേർതിരിച്ചിട്ട് ഒന്ന് റിഫൈനിങ് ഒക്കെ ചെയ്തിട്ട്, അതായത് ഒന്ന് റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത്. അതിൽ കുറേ പ്രോസസ്സ് ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു പ്രോസസ്സാണ് ഇതും. അതായത് ലോഹ ഓക്സൈഡുകളായിട്ട് ലോഹങ്ങൾ നമ്മുടെ നേച്ചറിൽ കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കണം. ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഹൈഡ്രജനെ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹൈഡ്രജനെ നമ്മളൊരു നിരോക്സീകാരിയായിട്ട് ഈ ഒരു പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് പ്രോസസ്സിൽ? ലോഹ ഓക്സൈഡുകളിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്ന പ്രോസസ്സിൽ ഹൈഡ്രജനെ നമ്മളൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഉപയോഗങ്ങൾ 4 പഠിച്ചൂലേ? ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ. അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപാദനത്തിനായിട്ട് നമ്മൾ ആരുപയോഗിക്കുന്നുണ്ട്? ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പൂരിത എണ്ണകളുടെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലോഹ ഓക്സൈഡുകളിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ഒരു നിരോക്സീകാരിയായിട്ട്. അപ്പൊ നമ്മൾ ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട്, ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അതിന് കാരണം എന്താണ്? അതിനു മുന്നേ നമുക്ക് ഇന്ധനത്തിന്റെ കലോറിക മൂല്യം എന്നാൽ എന്താണെന്ന് ഒന്ന് നോക്കാം. ഒരു ഇന്ധനത്തിന്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം. ഓക്കെ, അപ്പോൾ ഒരു ഇന്ധനം പൂർണ്ണമായിട്ട് ജ്വലിക്കുമ്പോൾ എത്രത്തോളം താപോർജ്ജം പുറത്തേക്ക് വരുന്നു അതിനെയാണ് നമ്മൾ അതിന്റെ കലോറിക മൂല്യം അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ എന്ന് പറയും. ഇംഗ്ലീഷ് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ the calorific value of a fuel is the heat energy released from unit mass of fuel on complete combustion. ഒരു ഫ്യൂവലിന്റെ യൂണിറ്റ് മാസ് കംപ്ലീറ്റ് ആയിട്ട് കമ്പസ്റ്റൻ നടക്കുമ്പോൾ, കംപ്ലീറ്റ് ആയിട്ട് കത്തുമ്പോൾ എത്രത്തോളം ഹീറ്റ് എനർജി അതിൽ നിന്ന് റിലീസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ആ ഒരു ഇന്ധനത്തിന്റെ, ആ ഒരു ഫ്യൂവലിന്റെ കലോറിഫിക്. അപ്പോൾ ഈ ഒരു ഗ്രാഫില് കുറച്ച് ഇന്ധനങ്ങളും അവയുടെ കലോറിക മൂല്യവും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഇന്ധനങ്ങളുണ്ട്? ഹൈഡ്രജൻ, മീഥെയ്ൻ, പെട്രോൾ, കൽക്കരി, എത്തനോൾ, മെത്തനോൾ, കാർബോഹൈഡ്രേറ്റുകൾ, കാർബൺ മോണോക്സൈഡ്. ഇത്രയും ഇന്ധനങ്ങൾ കത്തുമ്പോൾ, ഇപ്പൊ കത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ കത്തുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിന്റെ യൂണിറ്റ് മാസ്, ഓരോ ഇന്ധനത്തിനും യൂണിറ്റ് മാസ് കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന താപോർജ്ജം ഏറ്റവും കൂടുതൽ ഏത് ഇന്ധനം കത്തുമ്പോഴാണ് ഉണ്ടാവുന്നത്? ഈ ഒരു ഗ്രാഫ് അനുസരിച്ചിട്ട് ഹൈഡ്രജൻ ആണ് അല്ലെ. അപ്പം ഇതിൽ ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ആരാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ യൂണിറ്റ് മാസ് കത്തുമ്പോൾ ഇത്രയും ഇത് കണ്ടോ, ജ്വലനം മൂലം ഉണ്ടാകുന്ന ഊർജം 143 കിലോ കലോറി പെർ ഗ്രാം ഉണ്ടാവുന്നുണ്ട്. അത്രയും താപോർജ്ജം അവിടെ ഉണ്ടാവുന്നുണ്ട്.
ഓക്കെ. അതിന് താഴെയാണ് മീഥെയ്ൻ. അതും കഴിഞ്ഞാണ് നമ്മുടെ പെട്രോളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. നമ്മൾ കൂടുതലും ഫ്യൂവലായിട്ട് ഡീസലും പെട്രോളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിലും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഫ്യൂവല് ആരാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ. ഉയർന്ന കലോറിക മൂല്യമുണ്ട് ഹൈഡ്രജന്. അപ്പോൾ ഇതിൽ ചോദ്യം, കലോറിക മൂല്യം ഏറ്റവും കുറഞ്ഞ ഇന്ധനം ഏത്? നമുക്ക് ഗ്രാഫ് നോക്കി അറിയാം. ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണ് കലോറിക മൂല്യം ഏറ്റവും കുറഞ്ഞ ഇന്ധനം. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം നമുക്ക് മനസ്സിലായി, ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുമ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ, ഹൈഡ്രജന് ഓക്സിജനിൽ കത്തുമ്പോൾ ഉണ്ടാവുന്നത് ആരാണ്? വാട്ടർ ആണ് അല്ലേ. അപ്പൊ ഹൈഡ്രജന് ഏറ്റവും കൂടുതൽ കലോറിക മൂല്യം ഉണ്ടെന്ന് നമ്മൾ ഗ്രാഫ് നോക്കി പറഞ്ഞു. അപ്പം ആ ഒരു ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിച്ചാൽ കുറച്ച് മെച്ചങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഇന്ധനമായി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാം, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഫലമായി ജലം മാത്രമാണ് ഉണ്ടാവുന്നത് അല്ലേ. നമ്മൾ നേരത്തെ നോക്കി, ഹൈഡ്രജൻ ഓക്സിജന്റെ വായുവിൽ കത്തുമ്പോൾ അതിൽ ഓക്സിജനുമായിട്ട് കൂടി ചേർന്നിട്ട് വാട്ടർ ആണ് ഉണ്ടാവുന്നത് അല്ലെ. H2 + O2 gives 2H2O. അപ്പം ഹൈഡ്രജൻ വായുവിൽ കത്തുമ്പം അവിടെ വാട്ടർ ആണ് ഉണ്ടാവുന്നത്. അവിടെ മലിനീകരണം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, ജലം മാത്രമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതിൽ മലിനീകരണ സാധ്യത വളരെ കുറവാണ് അല്ലേ. ഇനി ഉയർന്ന കലോറിക മൂല്യം, കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ബാക്കി ഫ്യൂവൽസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കലോറിഫിക് വാല്യൂ വളരെ കൂടുതലാണ്. അപ്പം ഇത് രണ്ടുമാണ് ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന മെച്ചങ്ങൾ. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചു നോക്കട്ടെ. നമ്മുടെ വീടുകളിൽ ഗ്യാസ് ആയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? LPG അല്ലേ. LPG എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു പെട്രോളിനെ അപേക്ഷിച്ചിട്ട് ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ കലോറിക മൂല്യം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ പെട്രോളിനെക്കാട്ടിലും, അതായത് ഈ LPGനെക്കാട്ടിലും കൂടുതൽ ഇഫക്റ്റീവ് ആവില്ലേ നമ്മൾ ഹൈഡ്രജൻ യൂസ് ചെയ്യുമ്പോൾ അല്ലെ. ഹൈഡ്രജൻ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ഹീറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ടല്ലേ. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാത്തത്? ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഈ മേന്മകൾ ഉണ്ടായിട്ടും ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഹൈഡ്രജന് ചില പരിമിതികൾ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന ഒരു വാതകമാണ്. ഈ സ്ഫോടനത്തോടെ കത്തുന്ന വാതകം നമ്മുടെ അടുക്കളയിൽ സിലിണ്ടറിൽ നിറച്ചു വെച്ചാലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ലാബോറട്ടറിയുടെ പ്രിപ്പറേഷനിൽ പറഞ്ഞു അല്ലേ, നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാവുന്ന ആ ഒരു കുഞ്ഞ് എമൗണ്ട് ഓഫ് ഹൈഡ്രജന്റെ അവിടെ നമ്മളൊരു കത്തുന്ന ചന്ദനത്തിരി അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ കൊണ്ടുവച്ചാൽ എന്താ സംഭവിക്കുന്നത്? അത് പോപ്പ് സൗണ്ടോടെ കത്തുന്നു അല്ലെ. അത് വളരെ കുറച്ച് ഹൈഡ്രജൻ എമൗണ്ട് ആണ്, വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ അവിടെ ഉണ്ടാവുന്നുള്ളൂ അല്ലേ. പക്ഷേ നമ്മുടെ LPGയിലൊക്കെ ആ ഒരു സിലിണ്ടറിൽ നമ്മൾ ഹൈഡ്രജൻ, LPGക്ക് പകരം ഹൈഡ്രജൻ നിറച്ചു വെച്ചാൽ അത് നമ്മൾ കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. അത് വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ അങ്ങനെ ഉപയോഗിക്കാൻ ഒട്ടും സേഫ് അല്ല. സ്ഫോടനത്തോടെ കത്തുന്ന ഒരു വാതകമാണ് അല്ലെ. പിന്നെ സംഭരിച്ചു വെക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പ്രയാസമാണ്. ഇങ്ങനെ സ്ഫോടനത്തോടെ കത്തുന്ന ഒരു വാതകം സംഭരിച്ചു വെക്കാൻ വളരെ റിസ്കിയാണ്. അതേപോലെ വിതരണം ചെയ്യാനും വളരെ പ്രയാസമാണ്. അപ്പോൾ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നതിന്റെ മേന്മകൾ നമ്മൾ പറഞ്ഞു അല്ലെ. വാട്ടർ ആണ് ഉണ്ടാവുന്നത്. ഹൈഡ്രജൻ എന്താ, ഇപ്പൊ ഒരു ഇന്ധനം എന്ന് പറഞ്ഞാൽ അവിടെ കമ്പസ്റ്റനാണ് നടക്കുന്നത്. ഒരു ഫ്യൂവല് കത്തുമ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? അതൊരു ജ്വലനമാണ് അല്ലെ. കമ്പസ്റ്റൻ റിയാക്ഷനാണ് നടക്കുന്നത്. ഇപ്പൊ പെട്രോൾ ആയാലും ഡീസൽ ആയാലും നമ്മുടെ വിറകായാലും എന്തായാലും അത് ജ്വലിക്കുമ്പോൾ, അതൊക്കെ ഫ്യൂവൽസ് ആണ്. അത് കത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു കുറെ പ്രൊഡക്ട്സ് ഉണ്ടാവുന്നുണ്ട്
ഹൈഡ്രജന്റെ കേസിലാണെങ്കിൽ ആ കമ്പസ്റ്റൻ നടക്കുമ്പോൾ അവിടെ വാട്ടർ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, വേറെ പോയിസണസ് ഗ്യാസസ് ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് മലിനീകരണ സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ ഹൈഡ്രജന്റെ കലോറിക മൂല്യം വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലതാണ്, അതായത് കൂടുതൽ എന്താണ് എക്കണോമിക് ആണ്. പക്ഷേ നമ്മൾ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാത്തതിന് കുറച്ച് പരിമിതികളാണ്. കാരണം പരിമിതികൾ നമ്മൾ പറഞ്ഞു, ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്. അതേപോലെ തന്നെ സംഭരിച്ച് വെക്കാനും വിതരണം ചെയ്യാനൊക്കെ വളരെ പ്രയാസം. പിന്നെ നമ്മൾ ഇപ്പോൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്യൂവൽസ് ഏതൊക്കെയാണ്? നമ്മൾ LPG യൂസ് ചെയ്യുന്നുണ്ട്, അതായത് പെട്രോളിയം പ്രൊഡക്ട്സ് അല്ലേ, പെട്രോള്, ഡീസല്, പിന്നെന്താ കോള് യൂസ് ചെയ്യുന്നുണ്ട്, CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഫോസിൽ ഫ്യൂവൽസ് അല്ലേ? അതായത് ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് നമ്മൾ ഇതിനെ പറയുക അല്ലെ. വളരെ കാലം എടുത്ത് ഉണ്ടാകുന്ന, പ്രകൃതിയിൽ ഉണ്ടാവുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. എന്താണ് പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ, സബ്സ്റ്റൻസസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇത് കുറേ കാലം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് എന്താണ്, അത് തീർന്നു പോകുന്ന ഒരു എനർജി സോഴ്സസ് ആണ് ഇതൊക്കെ അല്ലെ. നേരെ മറിച്ച് ഹൈഡ്രജൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല. ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ കുറേ കാലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലഭ്യത കുറവുണ്ടാവും, അതേപോലെ തന്നെ അതിന്റെ വിലയും അതേപോലെ കൂടും. അപ്പം പിന്നെ അതേപോലെ തന്നെ ഇത് കമ്പസ്റ്റൻ നടക്കുമ്പോൾ, വായുവിൽ കത്തുമ്പോൾ കുറേ ഗ്യാസസ്, പോയിസണസ് ഗ്യാസസ് ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, പിന്നെ സൾഫർ ഓക്സൈഡ്സ് ഒക്കെ ആയിട്ട് കുറേ പോയിസണസ് ഗ്യാസസ് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ കത്തുമ്പോൾ, ഫോസിൽ ഇന്ധനങ്ങളും കത്തുമ്പോൾ ഇതുപോലുള്ള ഗ്യാസസ് വരുന്നുണ്ട്. ഇതൊക്കെ എന്തുണ്ടാക്കും? പരിസര മലിനീകരണം ഉണ്ടാക്കും അല്ലേ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ മറികടക്കാൻ നമ്മുടെ ഹൈഡ്രജന് പറ്റും. അപ്പൊ ഹൈഡ്രജന്റെ നമ്മൾ 2 പരിമിതികൾ പറഞ്ഞു. ഈ പരിമിതികളൊക്കെ മറികടന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജനെ ഒരു സാർവത്രിക ഇന്ധനമായിട്ട് കണക്കാക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പം ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യത കുറവ്, പരിസര മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതിലൂടെ കഴിയും അല്ലേ. അടുത്ത പേജിൽ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 137 ആണ് കേട്ടോ. 137 ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്കറിയാവുന്ന ഹൈഡ്രജൻ സംയുക്തങ്ങൾ ഏതെല്ലാം? നമ്മൾ കുറച്ച് ഹൈഡ്രജൻ സംയുക്തങ്ങൾ ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റും? വാട്ടർ ഒരു ഹൈഡ്രജൻ സംയുക്തമാണ് അല്ലേ. പിന്നെ HCl അല്ലേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഹൈഡ്രജന്റെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ വായുവിൽ ഉയർന്നു പൊങ്ങുന്നു. അതിന് കാരണം എന്താണ്? ഹൈഡ്രജന്റെ എന്ത് സവിശേഷത ഉള്ളതുകൊണ്ടാണ് ബലൂണുകൾ വായുവിൽ ഉയർന്നു പൊങ്ങുന്നത്? ഹൈഡ്രജന് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ് അല്ലെ. ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ എയർ. ഹൈഡ്രജന് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ്. ഇനി അടുത്തത്, ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. കാരണം എന്താണ് ഇന്ധനമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കാൻ കാരണം? ഹൈഡ്രജന്റെ കലോറിഫിക് വാല്യൂ കൂടുതലാണ്. കലോറിക മൂല്യം എന്ന് പറയുന്നത് മറ്റു ഇന്ധനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുമ്പോഴുള്ള സാധ്യതയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അത് നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു. അത് നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ഒരു നോട്ട് പോലെ തയ്യാറാക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഹൈഡ്രജനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഒരു നോൺ മെറ്റൽ കാർബൺ ആണ് കേട്ടോ. കാർബൺ കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് നമ്മളൊരു സിംഗിൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും പറയണം. എങ്കിലേ നമുക്ക് ഇനിയും തുടർന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു എനർജി ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ
ഇപ്പം ഇന്ന് പഠിപ്പിച്ചു തന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. നന്നായിട്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. കാരണം ടെക്സ്റ്റാണ് എല്ലാം. ടെക്സ്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ക്വസ്റ്റ്യൻസ് ഒരു എക്സാമിന് നമ്മൾ മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമായിരിക്കരുത് നമ്മുടെ ഒരു ലക്ഷ്യം. എന്തായിരിക്കണം? കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യുക. ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നന്നായി പഠിച്ച് നിങ്ങൾ കൂടുതൽ നോളജ് അക്വയർ ചെയ്യാന്നുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് വേണം. അപ്പോഴാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു എനർജിയോ നല്ലൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതലും നമ്മുടെ ഡെയിലി ലൈഫിനോട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക, റിവൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.